നമസ്കാരം, ഞാൻ രവീന്ദ്രൻ ആശാനാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് അർഗൻ പുല്ല് എന്ന ഔഷധ സസ്യത്തെയാണ്. ഇതാണ് അർഗൻ പുല്ല്. നീണ്ട് മെലിഞ്ഞ് കൃശഗാത്രനായി ചെറിയ തണ്ടോടുകൂടി നീളമുള്ളതും മെലിഞ്ഞതുമായ ഇലയോടുകൂടി നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് കറുകപ്പുല്ല്. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ. നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഇത് ധാരാളം ഉണ്ടായിരിക്കും. പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നിസാരമല്ല എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന അത്ഭുതകരമായ ഔഷധ സസ്യമാണ് കറുകപ്പുല്ല്. കളയുടെ സ്ഥാനം മാത്രം നൽകി അവഗണിക്കുന്ന ഈ തൃണവർഗ ചെടിക്ക് അമൂല്യമായ അനേകം ഔഷധ ഗുണങ്ങളുണ്ട്. ഭാരതത്തിൽ എല്ലായിടത്തും ഈ ഔഷധ സസ്യത്തെ കാണുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. തണ്ടിന്റെ നിറത്തെ ആസ്പദമാക്കി നീലക്കറുകയെന്നും വെള്ളക്കറുകയെന്നും രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഗ്രാമിനെ കുടുംബ അംഗമായ കറുകയുടെ ശാസ്ത്രീയ നാമം സൈനോഡോൺ ഡാക്ടോലോൺ ലിൻ എന്നാണ്. സംസ്കൃതത്തിൽ ദുവ എന്നും ഹിന്ദിയിൽ ദുർവ എന്നും തമിഴിൽ അർഗൻ പുല്ല് അല്ലെങ്കിൽ അരികൻ പുല്ല് എന്നും ഇത് അറിയപ്പെടുന്നു. ശാസ്ത്രീയ പഠനങ്ങളിൽ കറുകയിൽ പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, വൈറ്റമിൻ സി തുടങ്ങിയവയും അനേകം ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ട്രിറ്റിസിൻ, ഇനുലിൻ, സിലിക്കേറ്റ്, അയൺ തുടങ്ങിയ രാസ സംയുക്തങ്ങൾ ധാരാളമായി കറുകയിൽ അടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രീയ പഠനങ്ങളിൽ കറുക നീര് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി പൈററ്റിക് ഗുണങ്ങൾ ഉള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. യൂറിനറി ട്രാക്കിൽ വരുന്ന ഇൻഫെക്ഷനെ തടയുവാൻ അപാരമായ ശേഷി കറുക നീരിനുണ്ട്. ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ചു കളയുവാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും കറുകനീരിന് ശേഷിയുണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിഷബാധ പഠനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എങ്കിലും ഗർഭിണികൾ കറുകനീര് സേവിക്കുന്നത് ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. 50-ൽ പരം ഔഷധ പ്രയോഗങ്ങൾ കറുകനീരിനുള്ളതായി കണ്ടിട്ടുണ്ട്. അതിൽ ചില ഔഷധ പ്രയോഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രതിപാദിക്കുന്നതാണ്. ശരീരത്തിലെ അമ്ലത്തിന്റെ ആധിക്യത്തെ നിയന്ത്രിക്കാൻ പതിവായി കറുകനീര് സേവിച്ചാൽ മതിയാകും. 30 മില്ലി കറുകനീര് രാവിലെ സേവിച്ചാൽ ഞരമ്പുകളുടെയും നാഡികളുടെയും ബലക്ഷയം മാറിപ്പോകുന്നതാണ്. ശരീരത്തിലെ വിഷങ്ങളെ എല്ലാം തന്നെ പുറത്തു കളയുവാൻ കറുകനീരിന് ശേഷിയുണ്ട്. മലബന്ധത്തെ ശമിപ്പിക്കുന്നു. ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചുവന്ന രക്താണുക്കളുടെ ശേഷിയും പ്രവർത്തനവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഉടവയർ കുറയ്ക്കുന്നു. ദിവസവും 30 മില്ലി കറുകനീര് സേവിച്ചാൽ സുഖനിദ്ര ലഭിക്കുന്നതാണ്. മോണയിലെ പഴുപ്പും രക്തസ്രാവവും നിയന്ത്രിക്കുകയും വായുനാറ്റത്തെ അകറ്റുകയും ചെയ്യുന്നു. മുലപ്പാലില്ലാത്ത അമ്മമാർ കറുകനീര് സേവിച്ചാൽ അവർക്ക് മുലപ്പാൽ ഉണ്ടാകുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിൽ അല്പം കറുകനീര് ചേർത്ത് കൊടുത്താൽ അപൂർവമായ അനേകം പോഷണങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ ഔഷധമാണ് കറുകനീര്. ശരീരത്തിൽ ഉണ്ടാകുന്ന ചർമ്മ രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമായി കറുകനീര് ഉപയോഗിക്കാവുന്നതാണ്. മൂക്കിൽ കൂടി രക്തം വരുന്ന രോഗങ്ങളിൽ കറുകനീര് ഇറ്റിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ രക്തസ്രാവം നിൽക്കുന്നതാണ്. മുറിവുകളിൽ കറുകനീര് അരച്ചു വെച്ച് കെട്ടിയാൽ രക്തസ്രാവം ഉടൻ തന്നെ നിൽക്കുന്നതാണ്. ഉന്മാദം, അപസ്മാരം തുടങ്ങിയ മാനസിക രോഗങ്ങളിൽ കറുകനീര് നൽകിയാൽ വളരെ വേഗത്തിൽ ശമനം ലഭിക്കുന്നതാണ്. ദുർവാതികേരം, മൂദണ്ഡ കഷായം അല്ലെങ്കിൽ കോദണ്ഡ കഷായം എന്നിവയിലെല്ലാം പ്രധാന ചേരുവ കറുകനീരാണ്. കറുക, കൂവളത്തില, കൈതോന്നി എന്നിവയുടെ നീര്
1000 മില്ലിഗ്രാം, ഉരുക്ക് വെളിച്ചെണ്ണ 1 ലിറ്റർ, കൽക്കം, അതിമധുരം, പൊട്ടം, ചന്ദനം, രാമച്ചം ഇവ 10 ഗ്രാം വീതം. ഇവയെല്ലാം ചേർത്ത് എണ്ണ കാച്ചി തലയിൽ തേച്ചാൽ തലവേദന, തലച്ചുറ്റ്, തലയിലെ അമിതമായ ചൂട്, മയക്കം എന്നിവ മാറിപ്പോകുന്നു. പുരാതന കാലങ്ങളിൽ ഋഷിമാർ അവരെ ധ്യാനത്തിനിടയ്ക്കോ യോഗചര്യക്കിടയ്ക്കോ തലയിൽ അമിതമായ ഉഷ്ണം അനുഭവപ്പെട്ടാൽ ഈ തൈലം ആയിരുന്നു തലയിൽ തേച്ചിരുന്നത്. പക്ഷേ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ശുദ്ധമായ പശുവിൻ നെയ്യിലായിരിക്കും ഇത് കാച്ചിയെടുക്കുന്നത്. ഉണ്ടത്തടി കുറയ്ക്കുന്നതിന് പതിവായി കറുകനീര് സേവിച്ചാൽ മതിയാകുന്നതാണ്. കൊളസ്ട്രോൾ കൂടാതെ നിലനിർത്താനും അവയെ ക്രമേണ കുറച്ചു കൊണ്ടുവരുവാനും കറുകനീരിന് ശേഷിയുണ്ട്. അനേകം ഗുണങ്ങൾ ഈ കറുകയ്ക്ക് ഉണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങളിൽ എത്തിച്ചേരുന്നതിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.